ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ വിവാഹ ജീവിതത്തിൽ എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ് പാസ്റ്റ് അഫയേഴ്സ്. നമ്മളെ എക്സ് ഇതൊക്കെ നമ്മുടെ സ്പൗസിനോട്, ഭാര്യയോട്, ഭർത്താവിനോട് അല്ലെങ്കിൽ വുഡ്ബിനോട് പറയണോ പറയണ്ടേ എന്നുള്ള വലിയ കൺഫ്യൂഷനാണല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറയണമെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ തല്ലും, പറയണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ തല്ലും. ഏതായാലും ഞാനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം, അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ കല്യാണമല്ല നിക്കാഹ് കഴിഞ്ഞു, അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ കാലഘട്ടങ്ങളിൽ ഇവർ തമ്മിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കും, പിന്നെ അകന്നാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നിക്കാഹ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവർ വേറെ വേറെ ആണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ ഒരാളോട് നിക്കാഹ് കഴിഞ്ഞ സമയത്താണ് ബേസിക്കലി അവൾക്കൊരു പ്രണയമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ പ്രണയമൊക്കെ ആയി ഇങ്ങനെ അതതിൻ്റെ വഴിക്ക് പോയി, ഇതിങ്ങനെ പോയി. പിന്നെ സമയമായപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഓൾ സെറ്റ്, ആ പ്രണയം അതിൻ്റെ വഴിക്കും വിട്ടു, ഇത് കല്യാണം അങ്ങനെയായി, അങ്ങനെ പോയി. അപ്പം ഓൾ സെറ്റാണ്, കുടുംബം, കല്യാണം, മക്കൾ, ഒരു മോളായി ഒക്കെ ശരിയായിട്ട് ഇങ്ങനെ പോവാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നല്ല മൂടുണ്ടാകുന്ന സമയത്തുണ്ടാവുമല്ലോ നമ്മളൊരു തുറന്ന് സംസാരിക്കലേ. ഓളിങ്ങനെ പറഞ്ഞേ, ഇക്ക എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്. എന്തേ മോളെ? അത് ഞാൻ ഇക്കാനെ ചതിച്ചിട്ടുണ്ട്, എന്നോട് പൊറുക്കണം. എന്തു പറ്റി? അല്ല ഞാൻ എനിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് അല്ല ഞങ്ങളിങ്ങനെ കറങ്ങാനൊക്കെ പോകലുണ്ടേ. ഇങ്ങോട്ട് അല്ല ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഞങ്ങൾ ഉമ്മ വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഓളം ഉരുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇയാളെ ബള പൊള്ളു ഊറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അന്ന് മുതൽ നല്ലവണ്ണം നടന്നു പോയ, ഒരു പ്രശ്നമില്ലാത്ത, ഇപ്പം അതായത് ജീവിതം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബത്തിൽ എൻ്റെ ഭാര്യ മറ്റൊരാളുമായി റിലേഷൻഷിപ്പ് ഉള്ളവളായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഭർത്താവിന് വരും. അന്ന് മുതൽ ഇവളോടൊരു ഭയങ്കര വെറുപ്പും വിദ്വേഷവും ഒരു അടുക്കായും, അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് ഒരു അറബി ലാംഗ്വേജിൽ മവദ്ദത്ത് എന്ന് പറയും. അതിന് പ്രണയം എന്നോ അതല്ലെങ്കിൽ ഉറുദു ലാംഗ്വേജിൽ മവദ്ദത്ത് എന്നുള്ള ഒരു വേർഡ്. ഒരു നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ഒരു ഇഷ്ടം, അടുപ്പം, ടെക്നിക്കലല്ല, ഒരു റൊമാൻറ്റിക് അടുപ്പം, അതങ്ങോട്ട് പോയി. ആ സോള് നഷ്ടപ്പെട്ടു. പിന്നെ ഇവള് കരച്ചിലായി പിടിച്ചിലായി ഷോറി എന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് ലാസ്റ്റ് ഇവള് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കിക്കോളൂ, ഇങ്ങോട്ട് നമുക്ക് ബറാബറാവുമല്ലോ പറഞ്ഞു. രസമൊന്നുമല്ല. ഇങ്ങോട്ട് വേറെ ലൈൻ അടിച്ച് ഇവള് പറഞ്ഞിട്ട് ഇവനോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇവൻ്റെയും സ്വത്തം നഷ്ടപ്പെടുക. ഞാൻ എൻ്റെ ഭാര്യയെ ചതിച്ച്, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞിട്ടാണെങ്കിൽ ഞാനിപ്പം വിവാഹത്തിലും എൻ്റെ മകളെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ വേറൊരു ആളെ ലൈൻ അടിക്കുകയാണല്ലോ എന്നുള്ളൊരു പ്രശ്നം വെക്ക്. പിന്നെ ഇവക്ക് അടുത്ത ഇവള് പറഞ്ഞിട്ട് ലൈൻ അടിച്ചതാണെങ്കിലും എൻ്റെ ഭർത്താവിന് വേറെ ലൈൻ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ഇവക്ക് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, സെൽഫ് കോൺഫിഡൻസ് പോകുന്നു, അതല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള ഒരു സ്വത്തം നഷ്ടപ്പെടുന്നു. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ വെറുതെ മര്യാദയ്ക്ക് പോയിരുന്ന ഒരു കുടുംബം എവിടെയും അല്ലാതായ ഒരു സാഹചര്യം. ഇനി അങ്ങോട്ട് ഒരുപാട് പറയാണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ചോദ്യം ഇതാണ്, പാസ്റ്റ് നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് പറയണോ എന്നുള്ളതാണ്. ഞാൻ ഈ ഭാര്യയോട് പറയണോ എന്നുള്ളതിന് വേറെ തമാശ പറഞ്ഞു തരട്ടോ. ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ആലിയും പാത്തുണ്ട്, വെറുതെ ഒരു തമാശയാണ്. ആലിയും പാത്തും ഒരു കല്യാണത്തിന് പോയി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന് ബെഡ്റൂമിൽ കയറി രാത്രി 10 മണിക്ക് പാത്തു ആലിയാക്കനോട് ചോദിച്ചു, ആലിയാക്ക എങ്ങനെ ഉണ്ടായിന് കല്യാണമൊക്കെ? വളരെ ഉഷാറായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിന്? നല്ല ഉഷാറായിരുന്നു, കാര്യങ്ങളൊക്കെ നല്ല ഭക്ഷണം, നല്ല ഉഷാർ. പിന്നെ ഇനി ഒരു കാര്യം നോട്ട് ചെയ്തോന്ന് വെച്ചാൽ എന്തെന്ന് വെച്ച്, നമ്മളെ നബീസല്ലേ കുണ്ടിലെ, നബീസാക്ക് പൊടിമീശ എന്തില്ലേ എന്ന് വെച്ച്. അപ്പം പാത്തു പറഞ്ഞാൽ ഉണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ എന്നും പറഞ്ഞ് ഓളങ്ങ് പോയി. ആ കാലഘട്ടം കഴിഞ്ഞു പോയി. അങ്ങനെ 10-20 വർഷം കഴിഞ്ഞ് ഈ ആലിൻ്റെയും പാത്തുവിൻ്റെയും മകൻ്റെ കല്യാണം നടക്കുക. അപ്പം പുരയിൽ ഇതിടുന്നുണ്ട്, ഇഷ്ടിക, മുറ്റത്ത് ഇഷ്ടിക ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആലിയാക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് നടന്ന് ഇങ്ങനെ വരിക, പാത്തു ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ആ വരുന്ന വരവിൽ ആ കല്ലുമ്മ തട്ടി ആലിയാക്ക് അങ്ങോട്ട് വീകാൻ പോയി. അതിൽ പാത്തു പറഞ്ഞേ, നബീസുവിൻ്റെ മൂക്കിൻ്റെ ചോട്ടിലെ മീശ കണ്ട നിങ്ങൾക്ക് അത്രയും വലിയൊരു ഓളോബ്രിക്സ് കാണാൻ കഴിഞ്ഞില്ലല്ലേ എന്ന് വെച്ചു. 20 കൊല്ലങ്ങൾക്ക് ശേഷം. അതാണ് പെണ്ണ്. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് മറന്നാൽ അത് ചതിയൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ പാസ്റ്റല്ലേ, വെറുതെ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കയറ്റി കൂട്ടണ്ടല്ലോ. അത് ചിലപ്പോൾ എല്ലാവർക്കും മറക്കാനും പൊറുക്കാനും സഹിക്കാനും ഒന്നും കഴിഞ്ഞോളന്നില്ല. അതായത് ഇത്രേ ഉള്ളൂ, വിവാഹ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ. പണ്ട് എന്ത് എന്നുള്ളത് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചാൽ, ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ കെട്ടിയതിന് ശേഷം ഞാൻ പ്യുവറാണോ? പ്യുവറാണ്, അടിപൊളിയാണ്.
വിവാഹശേഷം ഒരാളെ ചതിക്കരുത്. നിങ്ങൾക്ക് ഒരാളെ വേണ്ടേ, നിങ്ങൾ പിരിഞ്ഞാളി, പക്ഷേ ഒരുമിച്ച് നിന്ന് ചതിക്കരുത്. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ വരുന്ന ആൾ വിളക്കാണി ഉഷാറുണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് കിട്ടിയതിനെ കൂട്ടിപ്പിടിച്ച് ഇരുന്നോളി, വേറെ ആളെ കെട്ടാനെന്നും പറഞ്ഞു. ചിലപ്പോൾ വരുന്ന അതിനോട്ടും വലിയ കുരുപ്പ് സാധനമായിരിക്കും. അതുകൊണ്ട് തന്നെ വിവാഹശേഷം നടക്കുന്നത് വിവാഹശേഷവും വിവാഹം മുമ്പ് നടന്നത് മറന്നു വെച്ചാൽ അതെങ്ങാനും ഏതെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലൊക്കെ അനുഭവങ്ങളുണ്ടാവും, ആരൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും, ഓൾക്കൊക്കെ പണി കിട്ടിയിട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, എപ്പോഴും ഒരു ചർച്ചകൾ വരുമ്പോൾ നിങ്ങൾക്ക് പൂനത്തെ ചോറായിരിക്കും ഇഷ്ടമല്ലേ, എടി നെയ്ച്ചോറും ദാൽച്ചാക്കാണി, പൂനത്തെ ഫുഡ് എടി ഒരു മട്ടൻ പുലാവ്, പൂനത്തെ ഫുഡ്, അപ്പം എൻ്റെ ഫുഡ് നമുക്ക് പറ്റില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ എവിടക്കടി കൂടിയാൽ ലാസ്റ്റ് ഞങ്ങൾ പൂനെയിലെ അവസാനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. പണ്ട് പ്രണയമൊന്നും ഇല്ല. അതാ നല്ലത്. മറ്റൊരാശയമായി വീണ്ടും വരാം.